വെൽക്കം ബാക്ക് ടു Shini's കിച്ചൻ. അപ്പോൾ ഇന്നുകൊണ്ടിരിക്കുന്ന റെസിപ്പി പിസ്സ പാൻകേക്കിൻ്റെ റെസിപ്പിയാണ്. നമുക്ക് ഇൻസ്റ്റൻ്റ് ആയിട്ട് തന്നെ വീട്ടിൽ തയ്യാറാക്കാൻ പറ്റുന്ന അടിപൊളി പിസ്സ പാൻകേക്കാണ്. അപ്പോൾ നമുക്ക് നോക്കാം ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നത്. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ 1 ഗ്ലാസ് മൈദാമാവാണ് എടുത്തിരിക്കുന്നത്. അതിലേക്ക് പാകത്തിനുള്ള ഉപ്പും 1/4 ടീസ്പൂൺ ബേക്കിംഗ് പൗഡറും 1 മുട്ടയും അതുപോലെ തന്നെ ആവശ്യമുള്ള പാലും കൂടി ഒഴിച്ചിട്ട് ഒരു തിക്ക് ബാറ്ററാക്കി നമുക്ക് എടുക്കാം. അപ്പോൾ ആവശ്യാനുസരണം പാലൊഴിച്ചിട്ട് നമുക്കിതൊരു തിക്ക് ബാറ്റർ ആക്കണം. ടൈം ഉണ്ടെങ്കിൽ നിങ്ങൾക്കിതൊരു 10-20 മിനിറ്റ് ഒന്ന് റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കാം. അപ്പോൾ ഞാനിവിടെ ഇൻസ്റ്റൻ്റ് ആയിട്ട് തന്നെയാണ് തയ്യാറാക്കുന്നത്. നമ്മുടെ ഒരു ബാറ്റർ നമ്മളൊന്ന് റെസ്റ്റ് ചെയ്യാനൊക്കെ വെച്ചിട്ട് ഒന്ന് റെഡിയാക്കി എടുക്കുകയാണെങ്കിൽ കുറച്ചുകൂടെ ബേസ് സോഫ്റ്റ് ആയിട്ടിരിക്കും. അപ്പോൾ അത് ഈ ഒരു തിക്നെസ്സിനാണ് നമുക്ക് ബാറ്റർ വേണ്ടത്. അപ്പോൾ ഞാനിപ്പം നെക്സ്റ്റ് ചെയ്യാൻ പോകുന്നത് ചിക്കൻ ഫ്രൈ ചെയ്യാൻ പോവാണ്. അപ്പോൾ അതിന് വേണ്ടി ഒരു പാനിൽ കുറച്ച് ഓയിൽ ഒഴിച്ചിട്ടുണ്ട്. വളരെ കുറച്ച് ഓയിൽ മാത്രമേ ഞാൻ ഉപയോഗിച്ചിട്ടുള്ളൂ. ഇതിലേക്ക് ഞാൻ ചെറിയ പീസായിട്ട് കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ചിക്കൻ ചേർത്ത് കൊടുക്കുവാണ്. ഇനി ഈ ചിക്കൻ ഒരു വൈറ്റ് കളർ ആവുന്നതിന് വരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യണം. അതിന് ശേഷമാണ് നമ്മളിതിലേക്ക് മസാലാസും അതുപോലെ തന്നെ ഉപ്പും ഒക്കെ ചേർക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ കളർ നന്നായിട്ട് തന്നെ മാറി വന്നിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പും അതുപോലെ തന്നെ 1/4 ടീസ്പൂൺ മുളക് പൊടിയും ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഒരു 1/4 ടീസ്പൂൺ ഗരം മസാലയും കൂടി ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇത് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഞാൻ ഇതിലേക്കൊരു 1/4 ഗ്ലാസ് വെള്ളം കൂടി ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്കിത് അടച്ചു വെച്ച് കുക്ക് ചെയ്യാം. ഇതിപ്പോൾ നന്നായിട്ട് തന്നെ കുക്കായി വന്നിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് പിസ്സ റെഡിയാക്കാൻ തുടങ്ങാം. അതിന് വേണ്ടി ഞാൻ ഇതുപോലത്തെ ഒരു തവയാണ് ഇവിടെ വെച്ചിരിക്കുന്നത്. അതിലേക്ക് ഞാൻ കുറച്ച് ഓയിലൊന്ന് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം ഞാൻ നമ്മൾ തയ്യാറാക്കി വെച്ചിട്ടുള്ള ആ ഒരു ബാറ്റർ ഇതിലേക്കൊന്ന് ഒഴിച്ചു കൊടുക്കുവാണ്. ഇത് ചെറിയ ബബിൾസൊക്കെ വന്നു തുടങ്ങും. നമുക്കൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം. ഇതിപ്പോൾ ഞാനിവിടെ തിരിച്ചിട്ട് കൊടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇതിൻ്റെ മുകളിലേക്ക് നമുക്ക് പിസ്സ സോസ് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം കുറച്ച് മൊസറല്ല ചീസ് കൂടി ഞാൻ മുകളിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ചീസ് ഇല്ലെങ്കിൽ വേണമെങ്കിൽ വൈറ്റ് സോസ് ആണെങ്കിൽ യൂസ് ചെയ്യാവുന്നതാണ്. അതിനുശേഷം ഇതിൻ്റെ മുകളിലേക്ക് റൗണ്ടായിട്ട് കട്ട് ചെയ്തിരിക്കുന്ന ക്യാപ്സിക്കവും അതുപോലെ തന്നെ ടൊമാറ്റോ ഞാൻ വെച്ച് കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ റൗണ്ടായിട്ട് കട്ട് ചെയ്തിരിക്കുന്ന ഒനിയൻസും കൂടി ഇതിൻ്റെ മുകളിലേക്ക് ഞാൻ വെച്ച് കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മൾ നേരത്തെ ഫ്രൈ ചെയ്ത് വെച്ചിരുന്ന ആ ചിക്കനും കൂടി ഇതിൻ്റെ മുകളിലേക്ക് ഇട്ട് കൊടുക്കുവാണ്. ഇതിൻ്റെ മുകളിൽ കുറച്ചുകൂടെ ഒന്ന് ചീസ് ഞാൻ ഇട്ട് കൊടുക്കുവാണ്. ഇനിയിപ്പോൾ നമുക്കൊന്ന് 5 മിനിറ്റ് ഒന്ന് കവർ ചെയ്ത് വെക്കാം. അപ്പോൾ ആ ചീസൊക്കെ നന്നായിട്ടൊന്ന് മെൽറ്റ് ആവും. ഇപ്പം നമ്മുടെ അടിപൊളിയായിട്ടുള്ള പിസ്സ പാൻകേക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെടും ഞാൻ വിചാരിക്കുന്നു. അപ്പോൾ നമുക്ക് സിമ്പിളായിട്ട് ഇൻസ്റ്റൻ്റ് ആയിട്ട് തയ്യാറാക്കുന്ന ഒരു ടേസ്റ്റി ആയിട്ടുള്ളൊരു പിസ്സയാണ്. അതുപോലെ തന്നെ ഇതിൻ്റെ ബേസ് എന്നൊക്കെ പറയുന്നത് നല്ല സോഫ്റ്റ് ആയിട്ടാണ് ഇരിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്.